ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി, ആ ശക്തി ഇന്ന് രാവിലെ 3:30 മണിക്ക് പാലക്കാട് മുണ്ടൂരില് വീട്ടിൽ കിടന്നുറങ്ങുന്ന കുമാരൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ ആന വീട്ടിന്റെ അകത്ത് മുറ്റത്ത് കയറി ചവിട്ടിക്കൊന്ന്. മനസ്സിലായ? അത് ദൈവം കൊടുക്കുന്ന മെസ്സേജാ ഈ വോട്ടർമാർക്ക്. ആ ഭീതിയിലാണ് ഈ നാട്ടിലെ ജനങ്ങള്. അത് തന്നെയാണ് വോട്ട്. ഇവിടെ വന്നിട്ട് മരുമാനും അമ്മായിയപ്പനും കുലുക്കിയിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല. ഭയപ്പാടിലാണ് ജനം. മനസ്സിലായില്ലേ? അപ്പൊ ആ ഭയപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിക്കോട്ടെ. എന്തായിരിക്കും നിങ്ങളെ സ്ഥിതി? നിങ്ങൾ രാത്രി വീട്ടിൽ കള്ളം വരും, ചുറ്റുപാടും കള്ളം കയറുന്നുണ്ട്. എന്തായിരിക്കും ഉള്ള സ്ഥിതി? ഇവിടെ മര്യാദയ്ക്ക് ഉറങ്ങുമോ? ഉറങ്ങില്ല. അത് മനുഷ്യ സഹജമാണ്. അപ്പൊ എപ്പോ ആന വരുന്നു, എപ്പോ പുലി വരുന്നു, ഒരു ഐഡിയ ഇല്ല. ഇപ്പം ആനകൾ കെട്ടിടങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ഇതുവരെ അല്ലായിരുന്നു. പുതിയൊരു സ്വഭാവ മാറ്റം കഴിഞ്ഞ 6 മാസമായിട്ട് കാണുകയാണ്. വീടുകളുടെ വരാന്തകൾ മറ്റും ഇടിച്ചു പൊളിക്കാൻ തുടങ്ങി. ഇതൊരു സൈക്കോളജിക്കലി ചേഞ്ചാണ്. ഈ ചേഞ്ച് ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ള സാധനമാണ്. ആനക്കറി അതിൻ്റെ അകത്ത് ആളുണ്ട്. അത് ആന ഒരു മര്യാദ പാലിച്ചു പോവുകയാണ്. ആ മര്യാദയുടെ അതിർവരമ്പുകൾ മൃഗങ്ങൾ ലംഘിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായ ലക്ഷണമാണ്. എന്താ നമ്മൾ കെട്ടിയ ചുമര്? ഒന്നുകിൽ ഇഷ്ടിക അല്ലെങ്കിൽ കല്ല്. ഒരു കല്ല് വെച്ച് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്നത്. അതൊന്നും ആ തുമ്പി കൊണ്ടൊന്ന് തിരക്കിയാൽ അത് കഴിഞ്ഞു. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആനിമൽസിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കാണായിട്ടോ റിസർച്ച് അതോറിറ്റി ഇത് മനസ്സിലാക്കിയിട്ടില്ല. ഇടിച്ച് പൊളിച്ചോട്ടെ തന്നെയാണ് ധാരണ. ഈ മലയോര മേഖലയിൽ നിന്ന് മനുഷ്യന്മാർ ഇറങ്ങിപ്പോകണം. പശ്ചിമഘട്ടത്തിന്റെ വനവിസ്തൃതി വർദ്ധിക്കണം. ഇവിടെ ഓക്സിജൻ പ്രൊഡക്ഷൻ ഉണ്ടാവണം. ചൂട് നിയന്ത്രിക്കണം ലോകത്ത്. അതിന് നമ്മൾ ഈ പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന ഈ അറിയപ്പെടുന്ന 1.5 കോടി ജനങ്ങൾ അതിന് വിധേയമായി കൊടുക്കണം.